ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഷിജ സുരേഷ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നൈറ്റി മെറ്റീരിയലൊരു ടോപ്പ് കട്ട് ചെയ്ത് സ്ലിറ്റഡ് ടോപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്ലിറ്റഡ് ടോപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ നമ്മുടെ വീഡിയോസ് അതായത് ലോങ് വീഡിയോസ് ചെയ്തിട്ട് കുറച്ച് നാളായി, ഏകദേശം ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് വരും. എന്നോടൊന്ന് ക്ഷമിക്കുക. അത് കാരണം കുറച്ച് തിരക്കായിപ്പോയി. നമ്മൾ വിഷുവും പെരുന്നാളും ഈസ്റ്ററും ഒക്കെ ആയിട്ട്, ഈസ്റ്ററിന് പിന്നെ വലിയ തിരക്കില്ല, നാട്ടിൽ പോന്നു. വിഷു ആ ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ നാട്ടിൽ പോന്നു. എന്നിരുന്നാലും അതിൻ്റേതായ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് നാട്ടിൽ വന്നു കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് നെറ്റ് വളരെ കുറവാണ്. ഇപ്പോൾ നമുക്ക് റീചാർജ് ചെയ്യുമ്പോൾ നല്ല എമൗണ്ട് നെറ്റിന് കൊടുക്കണമെങ്കിലും, പക്ഷെ അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, നല്ലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ 2 വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള നെറ്റൊന്നും നമുക്കില്ല. പെട്ടെന്ന് തന്നെ കഴിയും. അതിന് എന്ത് പ്രശ്നമാണ്, എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല, പെട്ടെന്ന് നെറ്റ് തീരും. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന് എൻ്റെ നെറ്റ് തീരണുണ്ട്. അത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. എനിക്ക് അവിടെയാണെങ്കിൽ വൈഫൈ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കയ്യിലേക്ക് പോകട്ടോ. കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. നമ്മളൊക്കെ മെഷർമെൻറ്റൊക്കെ ചെയ്തു. ആംഹോളൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പ്യുവർ കോട്ടൺ ആണ്, നൈറ്റി മെറ്റീരിയലാണ്. കാരണം എനിക്ക് അധികം ഉള്ളത് ബ്ലൂ കളർ ഡ്രസ്സൊക്കെയാണ് കൂടുതലുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് വെറൈറ്റി ആയിട്ടൊരു നല്ല മുളക് റെഡ് അല്ലേ, ചില്ലി റെഡ് ആണ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊരു ടോപ്പ്, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന വി നെക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വിത്തും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ നമ്മൾ തുണി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മളത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ തിരക്ക് പിടിച്ച് തയ്യൽ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗ്യാസ് ഒന്ന് ചെറുതായിട്ട് തീർന്നു ഗൈസ്. നമ്മളങ്ങനെ ഗ്യാസ് എടുക്കാൻ പോവുകയാണ്. ഓട്ടോ വിളിച്ചു, ഗ്യാസ് ഏജൻസി, നമുക്കൊരു കുറ്റിയുള്ളൂ. അപ്പോൾ നമ്മൾ ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് പോയി ബില്ല് പേ ചെയ്ത് അവിടെ നിന്ന് എടുത്താണ് പോരുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഏജൻസിയിലെത്തി പെട്ടെന്ന് തന്നെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തു. പെട്ടെന്ന് തന്നെ നമ്മൾ കൊണ്ട് ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൊത്തത്തിൽ കിളി പോകും. അന്നത്തെ ദിവസം തന്നെ ഫ്ലോപ്പായി പോകും. അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ടിരുന്നപ്പോഴുണ്ടല്ലോ അല്ലിക്കുട്ടൻ്റെ ബഹളമാണ്. വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അവനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരുന്നു, കാണിക്കുന്നു. ഭയങ്കര ബഹളമാണ്. എന്നെയും കാണണം, എന്നെയും കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമാണ്. എന്നാലും ഞാനത് അവരിപ്പോൾ അതൊക്കെ യൂസ്ഡായി. അവർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങളൊക്കെ കാണിക്കുമെങ്കിലും നമ്മളെ സ്റ്റിച്ചിങ്ങിലേക്ക് പോയി. അങ്ങനെ നമ്മൾ വീനെക്ക് വെട്ടി. വീനെക്ക് നമ്മൾ പ്രത്യേകത, ഈ ഒരു ഡ്രസ്സ് തയ്ക്കുന്നതിൻ്റെ പ്രത്യേകത ക്യാൻവാസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. കാരണം കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ റഫ് യൂസൊക്കെ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ തുണിയിൽ തന്നെ പീസ് വെട്ടിയാണ് നമ്മൾ നെക്കൊക്കെ തയ്ക്കുന്നത്. അപ്പോൾ അധികം നമ്മൾ ചിലവില്ലാതെ നമുക്കൊരു 200 രൂപ, സ്റ്റിച്ചിങ്ങൊക്കെ അറിയാവുന്ന ആളുകൾക്ക് വെറും 200 രൂപ ഒരു മെറ്റീരിയൽ, 200 220 അങ്ങനെ ആ ഒരു 250 രൂപയുടെ അകത്തെ നൈറ്റി പീസിനുള്ള മെറ്റീരിയൽ ആവുള്ളൂ. അപ്പോൾ ആ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് മാത്രമേ നമുക്ക് ഇതിലേക്ക് വരുള്ളൂ. വേറെ ഒരു ചിലവും നമ്മൾ വരില്ല. പിന്നെ 5 രൂപയുടെ നൂല്, 5-10 രൂപയുടെ നൂല്, അത്രയും ഒരു ചിലവേ നമുക്ക് വരുള്ളൂ. 200 രൂപ അല്ലെങ്കിൽ 250 രൂപയ്ക്കകത്ത് നമുക്കൊരു അടിപൊളി ഡ്രസ്സ്, പിന്നെ ഡിസൈൻ ചെയ്യാനൊക്കെ അറിയാം, അങ്ങനെ ചെയ്യാൻ സമയമെടുത്ത് ചെയ്യാൻ മനസ്സുള്ളവർക്ക് അങ്ങനെ ചെയ്ത് സൂപ്പറാക്കി. എനിക്ക് പിന്നെ ആ മനസ്സില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നുള്ളതാണ്. നമുക്കങ്ങനെ ഞാനങ്ങനെ അധികം എനിക്ക് വേണ്ടിയിട്ട് അധികം മോഡലിലൊന്നും വെക്കാനായിട്ട് നല്ല മെനക്കെട്ട് ഇങ്ങനെ സമയം കളഞ്ഞിങ്ങനെ ചെയ്യില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അത് ചിലപ്പോൾ ചിലരങ്ങനെയല്ല, ചിലർ സ്വന്തം തുണികൾ തയ്ക്കുന്നത് നല്ല രീതിയിൽ തയ്ക്കാൻ ശ്രമിക്കും. പക്ഷേ ഞാനങ്ങനെയല്ല കേട്ടോ, നേരെ തിരിച്ചാണ്. സ്റ്റിച്ചിങ്ങിന് മറ്റു തുണികൾ വരുമ്പോൾ നമ്മുടെ തുണികളിങ്ങനെ മാറ്റി വയ്ക്കുന്ന പ്രവണതയൊക്കെ എനിക്കുണ്ട്. നമ്മളിങ്ങനെ ഒത്തിരി തുണികൾ കിട്ടുന്നതല്ല, 1-2 തുണികളായാലും ആദ്യം എടുക്കും, എൻ്റേത് തയ്ക്കാനായിട്ട് എടുത്തിട്ട് ഞാൻ അതിനെ അങ്ങ് മാറ്റി വെച്ചിട്ട് തയ്ക്കാനുള്ളത് കൊണ്ടുവരുന്നത് അടിച്ചു കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ വി നെക്ക് നമ്മൾ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം പീസ് കട്ട് ചെയ്ത് നല്ല മെറ്റീരിയലിനോടൊപ്പം വെച്ച് അടിച്ചതിന് ശേഷം അതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണ്. പതിച്ചടിച്ച് കൊടുത്തതിന് ശേഷം മറിച്ച്
അങ്ങനെ ഒന്നുകൂടെ ഒന്ന് ആ ഒരു ഷേപ്പിൽ അടിച്ച് എടുക്കുകയാണ്. കണ്ടോ? എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു തുമ്പ് ഭാഗം ഉണ്ടല്ലോ അത് നമ്മളൊന്ന് മടക്കി അടിച്ച് എടുക്കുകയാണ് ചെയ്യുക. നല്ല രീതിയിൽ പിടിച്ചത് കറക്റ്റ് ഒരു പൊസിഷനിൽ വെച്ച് വേണം അടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ അത് വലിഞ്ഞും അങ്ങനെയൊക്കെ ഇരിക്കും. പിന്നെ ഇത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു ഫിനിഷിങ് കുറവ് പോലെയൊക്കെ തോന്നും, പക്ഷെ നമ്മൾ ഇടുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ വീനക്കൊക്കെ സ്റ്റിച്ച് ചെയ്തു. ബാക്കി ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ വീനൊക്കെ കറക്റ്റ് ഒരു അളവായിരുന്നു. കണ്ടോ? കറക്റ്റ് അളവിലായിരുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ നമുക്കിനി ബാക്കി ഭാഗങ്ങളൂടെ സ്റ്റിച്ച് ചെയ്യാനുണ്ട്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യണം, സ്ലീവ് സ്റ്റിച്ച് ചെയ്യണം, സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യണം. ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിലും സൂപ്പറായിട്ടുണ്ട്. ആദ്യം ഒന്ന് ഇട്ട് നോക്കിയപ്പോൾ ഇത്തിരി ലൂസായിരുന്നു. പിന്നെ ഞാനതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തു. കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഇട്ട് നെക്കൊക്കെ കറക്റ്റ് അളവാണ്, കറക്റ്റ് വിത്തിലാണ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അന്ന് തന്നെ ഞാൻ ഓഫീസിൽ ഇട്ടുകൊണ്ട് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.